ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് ഒരു റമദാൻ സ്പെഷ്യലാണ്. ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാവുന്ന 3 ഡിഫറെൻറ്റ് വിഭവങ്ങൾ. സ്ലൈസ് ചെയ്ത് വെച്ച ഓരോ ബ്രെഡ് എടുത്ത് അതിൻ്റെ അരികിൽ കൂടെ മുറിച്ച് 4 സൈഡും സ്ക്വയർ ഷേപ്പിൽ മുറിഞ്ഞു പോകാതെ കട്ട് ചെയ്തെടുക്കുക. അത് മാറ്റിവെക്കുക. അതിനുശേഷം ഉള്ളിലത്തെ ബ്രെഡിൻ്റെ സ്ക്വയർ നെടുകെ മുറിച്ച് 2 ലെയറാക്കി മാറ്റിവെക്കുക. ഒരു പാത്രത്തിൽ ക്യാപ്സിക്കം, ക്യാരറ്റ് എന്നിവ ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് 2 മുട്ട ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തത് ഈ മിക്സിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. കൊറിയാൻഡർ ലീവ്സും കൂടി ചേർക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഔട്ടർ സ്ക്വയർ പാനിലേക്ക് നിരത്തി അതിനുള്ളിലായി ക്യാരറ്റ് ക്യാപ്സിക്കം മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇതിന് മുകളിൽ ഒരു ചീസ് സ്ലൈസ് നിരത്തി സ്ലൈസിന് മുകളിലായി ഒരൽപ്പം ടൊമാറ്റോ സോസ് പരട്ടി കൊടുക്കാം. ടൊമാറ്റോ സോസിന് മുകളിൽ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഇന്നർ സ്ക്വയർ വെച്ചു കൊടുത്ത് അതിന് മുകളിൽ ബട്ടർ തൂവി ബ്രെഡിൻ്റെ 2 സൈഡും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ബ്രെഡ് കൊണ്ടുള്ള ആദ്യത്തെ വിഭവം ഇവിടെ തയ്യാറാണ്. അടുത്ത റെസിപ്പി തയ്യാറാക്കുന്നതിനായി ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ഔട്ടർ സ്ക്വയർ നിരത്തി അതിന് നടുവിൽ ചിക്കൻ ക്യൂബ്സ്, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ച് ക്യൂബ്സാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നിരത്തുക. ഇതിന് മുകളിൽ 2 മുട്ട ആവശ്യത്തിന് ഉപ്പും കൊറിയാൻഡർ ലീവ്സും ചേർത്ത് നന്നായി അടിച്ചത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരൽപ്പം ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. സോസ് ഒഴിച്ചതിന് മുകളിൽ ബ്രെഡിൻ്റെ ഓരോ ലെയർ വെച്ച് കൊടുത്ത് 2 ഭാഗവും മറിച്ചിട്ട് നന്നായി മുരിയിച്ചെടുക്കാം. ബ്രെഡ് കൊണ്ടുള്ള രണ്ടാമത്തെ ഐറ്റം ഇവിടെ തയ്യാറാണ്. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് സവാള ചേർത്ത് നന്നായി വഴറ്റുക. ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വീണ്ടും വഴറ്റുക. ഇതിലേക്ക് ഗരം മസാല പൊടി, ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്തതും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 മുട്ട ഉപ്പും ചേർത്ത് നന്നായി അടിച്ചത് കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. ഒരു പാൻ ചൂടാക്കി അതിൽ ബട്ടർ ആഡ് ചെയ്ത് അതിലേക്ക് ബ്രെഡിൻ്റെ പുറമേയുള്ള സ്ക്വയർ നിരത്തുക. ഇതിൻ്റെ നടുവിലായി ചിക്കൻ എഗ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. ഇതിന് മുകളിൽ ബ്രെഡിൻ്റെ ഓരോ ലെയർ വെച്ച് നിരത്തി 2 ഭാഗവും മറിച്ചിട്ട് മുരിയിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. ബ്രെഡ് കൊണ്ടുള്ള 3 വിഭവങ്ങളും ഇവിടെ തയ്യാറാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.